ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ടൊറൻഡോ ഐലൻഡിലോട്ടാണ് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ടൊറൻഡോ ഐലൻഡിലോട്ട് പോയ വിശേഷങ്ങളാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ടൊറൻഡോ ഐലൻഡിലോട്ട് പോകാനായിട്ട് ഉള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡൗൺ ടൗണിൽ നിന്ന് നമ്മൾ ബോട്ട് റൈഡ് എടുക്കുമ്പോഴാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ടൊറൻഡോ ഐലൻഡിൽ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വാട്ടർ ടാക്സിയിലാണ് നമ്മൾ പോയത്. അപ്പോൾ അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഒരു $5 to $10 ആയിരുന്നു പെർ ഹെഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവർ വൺ സൈഡ് നമ്മൾ കൊണ്ടുപോകും. അതായത് നമ്മൾ ഐലൻഡിൽ അക്കത്തുള്ളൂ, ഐലൻഡിൽ തിരിച്ചു കൊണ്ടുവരത്തില്ല. അതിന് നമ്മൾ വേറെ ബോട്ട് അവിടെ നിന്ന് എടുക്കണം. അപ്പം ഞങ്ങൾ വാട്ടർ ടാക്സി എന്ന് പറഞ്ഞ ഇതിലാണ് നമ്മൾ ഐലൻഡിലോട്ട് പോയത്. അപ്പോൾ ഐലൻഡിലോട്ട് പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കുറേ സിറ്റിയുടെ വ്യൂസൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കണ്ടാൽ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്, ഞങ്ങൾ ഉച്ച നേരത്താണ് ഞങ്ങൾ ഐലൻഡിൽ പോയത്. എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ എപ്പോഴും എവിടെ പരിപാടി എടുപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെയാണ് ഐലൻഡിലെത്തിയത്. അപ്പോൾ ആ കിടക്കുന്ന ബോട്ട് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട്. ഇതിലാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ വരേണ്ടത്. കാരണം ആ ബോട്ടിന് മാത്രമേ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ബോട്ടുകളും ആൾക്കാർ ഇറക്കി കഴിഞ്ഞ് തിരിച്ച് പോകണം. ഇവരൊന്നും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന വലിയ ബോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഷെഡ്യൂൾഡ് ടൈമിംഗ് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ടൈമിങ്ങിൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ബോട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയമൊക്കെ നേരത്തെ നോക്കി വെച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിൽ കയറി തിരിച്ച് റിട്ടേൺ പോവാം. പിന്നെ അത് ഫ്രീ ആണ് ഗൈസ്, നമ്മൾ അതിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അത് ഗവൺമെൻറ് ബോട്ടാണ്, അപ്പോൾ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ഇറക്കിയ ബോട്ട് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ താറ്റയൊക്കെ പറഞ്ഞു. ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർ ഫ്രീ എൻവയോൺമെൻ്റ് ആണിത്. അതായത് നമുക്കിവിടെ ബോട്ടും പിന്നെ അതുപോലെ സൈക്കിളും വാക്കിങ്ങും ഈ 3 കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബോട്ട് എന്ന് വെച്ച് ഉദ്ദേശിച്ചത് നമുക്ക് ബൈ വാട്ടറാണ് ട്രാവൽ ചെയ്യാൻ പറ്റുക. പിന്നെ ഐലൻഡ് കാണണമെങ്കിൽ നമുക്ക് ബൈസൈക്കിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നടന്ന് കാണാം. അപ്പോൾ അവിടെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ ബൈസൈക്കിൾസ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് പേ ചെയ്തെടുക്കാം വേണമെന്നുള്ളവർക്ക്. വേണ്ടാത്തവർക്ക് നടന്നും കാണാം. പക്ഷേ ഈ ഉച്ച നേരത്തൊക്കെ നടക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ, ഫുൾ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കാർ ഫ്രീ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഐലൻഡ്. അതുപോലെ തന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഫിഷിംഗ് റോഡൊന്നും കൊണ്ടുപോയില്ല, കാരണം നമുക്കറിയില്ലായിരുന്നു നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പെർമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾക്ക് പുറത്തുനിന്ന് വരുന്ന ഔട്ട്സൈഡേഴ്സിന് പിടിക്കാൻ പാടില്ലയോ എന്നുള്ള അറിയില്ല. കാരണം അവിടുത്തെ റെസിഡൻസിന് അത് ചെയ്യാം, ഫിഷിംഗ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുത്തെ റെസിഡൻ്റാണെന്ന് തോന്നുന്നു ആള്. ഫിഷിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയെന്ന് തോന്നുന്നു. ഇതുപോലെ ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമുക്കത് റെസിഡൻസ് ആണോ ഔട്ട്സൈഡേഴ്സ് ആണോ നമുക്കറിയില്ല. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് ആൾക്കാർ ഒരു മെയിൻ അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ മാത്രമേ നമുക്ക് ഫുഡ് മേടിക്കാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് നമ്മൾ തന്നെ ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവരണം, അങ്ങനെയായിരുന്നു. ഇപ്പം നമുക്ക് ഫുഡ് മേടിക്കാൻ കിട്ടും. പക്ഷെ അത് എന്താ പറയുക, നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഫുഡല്ല. അവിടെ എനിക്കൊന്ന് മെക്ഡൊണാൾഡ്സും പിന്നെ പോപ്പൈസ് അങ്ങനെ 2-3 സ്റ്റോറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കിട്ടുന്നത് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്കൈ ലൈൻ വ്യൂ ആണ്. അതായത് ഈ ഐലൻഡിൽ നിന്നിട്ട് കാണുന്ന ഈ സിറ്റി വ്യൂ ആണ് ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അത് കാണാനുമാണ് ആൾക്കാർ മെയിനായിട്ട് വരുന്നത്. അപ്പം ഞങ്ങളും കുറച്ച് നേരമൊക്കെ നിന്ന് അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഗാർഡനിലും പിന്നെ തണലത്തെ സ്ഥലത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ടിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര ക്യൂ ആയിരുന്നു. കയറാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചില്ല. ഞങ്ങൾ എത്രയോ പുറകിലായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കയറി ഓടി, അതിൻ്റെ പൊക്കത്ത് കയറി ഞങ്ങൾ. ഇതാണ് സ്കൈ ലൈൻ വ്യൂ എന്ന് പറയുന്ന സംഭവം. അപ്പം നല്ല രസം തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് ഈ വ്യൂ കാണാൻ ഭംഗി എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലാണ്. പക്ഷെ ഞങ്ങൾ രാത്രി വരെ നിന്നില്ല. ഒന്നാമത് ചൂടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം സമയം കളഞ്ഞില്ല. ഞങ്ങൾ
പെട്ടെന്ന് അടുത്ത് വന്ന ബോട്ടിൽ തന്നെ നമ്മൾ സ്ഥലം വിടുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഐലൻഡിൽ നിന്നിട്ടുള്ള വ്യൂ. നമുക്ക് ബോട്ടിൽ പോകുമ്പോഴും കാണാം. ഒരു ഞാൻ പറഞ്ഞ പോലെ 10 to 15 minutes ആണ് ഈ ടൗണിലോട്ട് ബൈ ഈ ബോട്ട് പോകുമ്പോഴുള്ള ഡിസ്റ്റൻസ്. പിന്നെ വേറെ ലൊക്കേഷനിലൊക്കെ പോകാൻ പറ്റുന്ന അതൊക്കെ ഒരുപാട് നേരം എടുക്കും തോന്നുന്നു. നമ്മൾ പിന്നെ പൊക്കത്ത് കയറി വീഡിയോ എടുക്കാനും പിന്നെ ഉള്ളിൽ കയറിയപ്പം ക്യൂവിൽ നിന്ന് അത്രയും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പൊക്കത്ത് നിന്ന് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റിയായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു ഈ ബോട്ടിൽ നിന്നുള്ള വ്യൂസും. പിന്നെ അവിടെ കുറേ വലിയ വലിയ ക്രൂസും അതുപോലെ സംഭവങ്ങളൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.